നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൈരളി ന്യൂസിന്റെ ചോദ്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സംഭവം ഉണ്ടായത്. കൈരളിയുടെ റിപ്പോർട്ടർ ചോദ്യം ഉയർത്തുന്നതിന് മുൻപായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. കൈരളി ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് മാത്രമല്ല, മറ്റു മാധ്യമങ്ങൾ തന്റെ കയ്യിലുള്ള പുസ്തകത്തിൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ ചോദിക്കാവൂ എന്നും NDA സ്ഥാനാർത്ഥി പറഞ്ഞു. അതേസമയം അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേരള പോലീസ് കേസെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതിനു പുറമെ താൻ ദില്ലി കോടതിയിൽ ഒരു ക്രിമിനൽ കേസും കൂടി ചാർജ് ചെയ്തിരുന്നു. അതിൻ്റെ നടപടികൾ തുടങ്ങി. അത് മനസ്സിലാക്കിയാകാം കേരളത്തിലും കേസെടുത്തത്. അല്ലെങ്കിൽ ഇത്തരമൊരു പരാതിയിൽ എന്ത് ചെയ്തെന്ന ചോദ്യം ഉയരും. നുണ പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ആദ്യം ആരോപണം ഉന്നയിക്കും, പിന്നെ അത് മാറ്റി പറയുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നുണയുടെ രാഷ്ട്രീയം നിയമം അനുവദിക്കുന്നില്ലെന്നും നുണ പറഞ്ഞ് വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചാൽ നിയമപരമായി നേരിടുമെന്നും NDA സ്ഥാനാർത്ഥി വ്യക്തമാക്കി. സൈബർ പോലീസാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേസെടുത്തത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്, ആ ഒരു താക്കീതിന് പിന്നാലെയാണ് ശശി തരൂരിനെതിരെ കേസെടുക്കുക എന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രചാരണത്തിനിടെ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ തരൂർ നടത്തിയ ഒരു ആരോപണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് നൽകിയത്. തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടിന് പണം നൽകുന്നുവെന്നായിരുന്നു ശശി തരൂർ ഉന്നയിച്ച ആരോപണം. ശശി തരൂരിൻ്റെ ഈ ഒരു ആരോപണത്തിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഈ പരാതി കമ്മീഷൻ DGPക്ക് കൈമാറി. തീരദേശ മേഖലയുടെ പ്രശ്നങ്ങൾക്കാണ് മുൻഗണനയെന്ന് അദ്ദേഹം നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇടതു വലതു മുന്നണികൾ തീരദേശത്തെ അവഗണിച്ചെന്നും ജനരോക്ഷം സ്വാഭാവികമാണ് എന്നും അടക്കമുള്ള പ്രതികരണം അദ്ദേഹം നേരത്തെ നടത്തിയതാണ്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയെ മാറി മാറി വന്ന ജനപ്രതിനിധികൾ അവഗണിക്കുകയായിരുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം നേരത്തെ ഉന്നയിച്ചത്. ഇതിനാൽ തന്നെ രാഷ്ട്രീയക്കാരോടുള്ള അവിടുത്തെ ജനങ്ങളുടെ രോക്ഷപ്രകടനം സ്വാഭാവികമായിരുന്നു. എന്നാൽ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമെന്നാണ് സിറ്റിംഗ് MP പറയുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ഇത്തരത്തിൽ തീരദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പരസ്പരം പഴിചാരുന്ന അവസ്ഥയാണുള്ളത്. അവർക്ക് വീടില്ല, കുടിവെള്ളമില്ല, ജീവിതമില്ല, അവരുടെ ഭാവിയെക്കുറിച്ച് ആരും പറയുന്നില്ല. ആദ്യ ദിവസം അവിടെ പോയപ്പോൾ അവർ രോക്ഷം പ്രകടിപ്പിച്ചു. പലപ്പോഴായി വാഗ്ദാനങ്ങൾ നൽകി നടപ്പാക്കാതെ പോയ രാഷ്ട്രീയക്കാരുള്ള രോഷമാണ് അവർ പ്രകടിപ്പിച്ചത് എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ നടത്തിയതാണ്. താൻ അവിടെ പോയപ്പോഴും ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ ന്യായമാണ്. തീരദേശക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിരിക്കും പ്രധാന പരിഗണനയെന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നടിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.